അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം നാം ഒക്കെ ആദരവോടെ ഭയഭക്തിയോടുകൂടെ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ജ്യേഷ്ഠ അനുജന്മാർ, ബന്ധപ്പെട്ടവർ, ഉറ്റവർ, ഉടയവർ എല്ലാവരുടെയും ഖബർ സിയാറത്ത് ചെയ്യാറുണ്ട്. അതിന് മഹത്തായ പ്രതിഫലവും നമുക്കുണ്ട്. എന്നാൽ ഞാൻ ബഹുമാനപ്പെട്ട പടിഞ്ഞാറ്റുമുറി അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ അടുക്കൽ കിതാബ് ഓതിക്കൊണ്ടിരിക്കുന്ന സമയം, ആ ഒരു കാലഘട്ടം, പള്ളിയുടെ വിശാലതയ്ക്ക് വേണ്ടി ഏതാനും ചില ഖബറുകൾ പൊളിക്കുകയുണ്ടായി. ഏതാനും ചില ഖബറുകൾ ഒരു ഭാഗത്തു നിന്ന് മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് നിക്ഷേപിക്കുകയുണ്ടായി. അന്ന് ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതകരമായ, എന്നെ അതിശയപ്പെടുത്തിയ കാഴ്ച എന്താണ് എന്നല്ലേ, ഞാൻ എൻ്റെ സുഹൃത്ത് ഇബ്രാഹിം മുസ്ലിയാരും ഇങ്ങനെ രണ്ടാൾ കൂടിയിട്ട് ഖബറുകൾ മാന്തി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. ഇത് കണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നു. ഒരാൾ ഖബർ മാന്തി അതിൻ്റെ രണ്ട് ഭാഗത്തെയും വെച്ച മീസാങ്കല്ലെടുത്ത് ഖബർ മാന്തി അതിൻ്റെ മൂടുകല്ല് എന്ന് പറയുമ്പോൾ അടിയിൽ വെച്ചിരിക്കുന്ന മയ്യത്തിൻ്റെ മേലിലേക്ക് മണ്ണും അതുപോലെ തന്നെ മറ്റൊന്നും വീഴാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ മൂടുകല്ല് ഒരു കല്ലിങ്ങോട്ട് എടുത്തിട്ട് ഇദ്ദേഹം കുറച്ച് മണ്ണ് വാരിയിട്ട് അതിലേക്ക് ഇട്ടു. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഇതെന്തിനാണ് നിങ്ങൾ ഈ മണ്ണ് വാരി ഇതിലേക്ക് ഇട്ടത്? അപ്പോൾ അതുവരെ ഇയാൾ ഞങ്ങളെ ശ്രദ്ധിച്ചില്ല. അപ്പം ഈ മനുഷ്യൻ പറഞ്ഞത്, ഇതെന്തിനാ നിങ്ങളിവിടെ നിൽക്കുന്നത്? നിങ്ങളിവിടുന്ന് പോയിക്കോ, അപ്പം നിങ്ങളെ കൊണ്ടിടക്കാൻ സമയമില്ല. അതുകൊണ്ട് മണ്ണ് വാരിട്ടത് എന്തിനാണെന്ന് ഇപ്പോൾ നിങ്ങൾ അറിയണ്ട. അള്ളാഹു ആയാലും അതിൻ്റെ അന്നത് അയാൾ പറഞ്ഞു തന്നില്ല. എനിക്ക് ഇന്നും അതിൻ്റെ തത്വം എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ, ആ ഖബറിൻ്റെ ഓരോ കല്ലുകളും എടുത്തു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതിൽ കാണുന്നത് മനുഷ്യൻ്റെ അസ്ഥിയിൽ നിന്നുള്ള ആ കാലിൻ്റെ എല്ല്, അതുപോലെ തന്നെ കയ്യിൽ നിന്നുള്ള എല്ലും, അല്പം കുറച്ച് എല്ലുകൾ മാത്രം, ബാക്കിയൊക്കെ മണ്ണായിട്ടുണ്ട്. ആ എല്ലുകൾ ഓരോന്ന് നുള്ളിപ്പൊറുക്കി ഒരു ചട്ടിയിലിട്ട് മറ്റേ ആൾ കൊണ്ടുപോയി മറ്റൊരു ഭാഗത്ത് മറവ് ചെയ്യും. അതങ്ങനെ കഴിഞ്ഞു. രണ്ടാമത്തെ ഖബർ തുറന്നു നോക്കുമ്പോൾ അതിശയപ്പെട്ടു പോയി. മനുഷ്യൻ്റെ ഈ തലയോട്ടി, അതുപോലെ തന്നെ മനുഷ്യൻ്റെ വാരിയെല്ലുകൾ, അതുപോലെ കണങ്കാല്, അതുപോലെ കാലിൻ്റെ എല്ലുകളൊക്കെ അങ്ങനെ നിൽക്കുന്നു. അതെടുത്തപ്പോൾ ഞങ്ങൾ രണ്ടാളുടെയും ഹാർട്ടിൻ്റെ ഇടുപ്പൊന്ന് കൂടി. കാരണം ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഭയം തോന്നിയതും പേടി തോന്നിയതും. റബ്ബേ, ഇതാണല്ലോ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ചു. ഈ എല്ല് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കണ്ടോ, ഖുലില്ലാഹു യുഹീകും സുമ്മ യുമീതുകും സുമ്മ യജ്മഉകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹി വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. നബിയെ, തങ്ങൾ പറയൂ, അല്ലാഹു യുഹീകും, അല്ലാഹു നിങ്ങളെ ഹയാത്താക്കും, സുമ്മ യുമീതുകും, പിന്നെ നിങ്ങളെ മരിപ്പിക്കും, സുമ്മ യജ്മഉകും ഇലാ യൗമിൽ ഖിയാമ, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, മിക്കവാറും ആളുകൾ അതിനെ സംബന്ധിച്ച് അറിയാത്തവരാണ്. അപ്പോൾ ഈ എല്ലുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഹയാത്താക്കുമെന്ന് നിങ്ങൾ നോക്കുന്നത്.
ആ എല്ലുകൾ, അതുപോലെ തന്നെ ആ തലയൊട്ടി, ഇതെല്ലാം ബാക്കിയായി നിൽക്കുന്നു. എന്നാൽ നമ്മളവിടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് എന്തിന് എന്നൊരു ചോദ്യം ഉണ്ടാവും എല്ലാവർക്കും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ആ ഖബറിലേക്ക് തൻ്റെ ഉമ്മ, തൻ്റെ ഉപ്പ, തൻ്റെ ജ്യേഷ്ഠൻ, തൻ്റെ അനുജൻ, തൻ്റെ മകൻ, തൻ്റെ ഉറ്റവർ, തൻ്റെ ഉടയവർ അടുക്കൽ ചെല്ലുമ്പോൾ അള്ളാഹുവേ റബ്ബേ എന്നുള്ള ഒരു ചിന്ത മനസ്സിന് വരും. എൻ്റെയും അവസ്ഥ ഇതാണല്ലോ, നാളെ ഞാനും ഈ മണ്ണിലേക്ക് ചേരേണ്ടതാണല്ലോ. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ ഒരു ഭയം, അതുപോലെ ഭക്തിയും ഖുശൂഉം എല്ലാം നിറഞ്ഞ സന്ദർഭമാകുമ്പോൾ അള്ളാഹുവിലേക്ക് ഏറ്റവും മനുഷ്യൻ അടുത്തുകൊണ്ടിരിക്കും. ആ സമയത്ത് അവർക്ക് വേണ്ടി നമ്മൾ പൊറുക്കലിനെ ചോദിക്കുകയും നമ്മൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ അതിൽ പ്രത്യേകമായ ഇജാബത്ത് അതിനുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഖബർ സിയാറത്ത് നമ്മൾക്ക് സുന്നത്തായത്. അല്ലാതെ അവിടെ ചെന്നിട്ട് നമ്മൾ വെറുതെ പോട്ട് ദുആ ചെയ്ത് പോരൂല. ആരും സ്വന്തം എൻ്റെ പിതാവ്, എൻ്റെ ഉമ്മ, എൻ്റെ ഉറ്റവർ, എൻ്റെ ഉടയവർ ഈ അവസ്ഥ ഇതാണല്ലോ. മഹാനായ ഉബയ്യ് ബിൻ കഅബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. ബിഅളമിൻ റമീമിൻ, ഇതുപോലത്തെ ഒരു നുരുമ്പിയ എല്ലുമായി കൊണ്ടുവന്നു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ഈ നുരുമ്പിയ എല്ല് ആരാണ് ഹയാത്താക്കുന്നത്? ആലോചിച്ചു. മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ഈ നുരുമ്പിയ എല്ല്, ഈ ഒരു എല്ലിൻ്റെ കഷ്ണത്തിൽ നിന്ന് ആര് ഹയാത്താക്കും? ആഖിർ സമാൻ, ഖിയാമ നാളിൻ്റെ അവസാനമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ബാബുകളുടെ അറിവ് കൊണ്ട്, ഇൽമു കൊണ്ട്, ഈ ദുന്യവിയായ അറിവ് കൊണ്ട് തന്നെ വെച്ചിട്ട് അതിൽ നിന്ന് ജന്മം നൽകുന്ന ഒരു രീതിയാണല്ലോ ക്ലോണിങ്, DNA എന്നൊക്കെ പറയുമ്പോൾ. എന്താ ക്ലോണിങ് എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തിയുടെയോ കോശത്തിൻ്റെയോ ജനിതകപരമായ പകർപ്പ് കൊണ്ടുണ്ടാകുന്ന പ്രക്രിയയേക്കാണ് എന്ത് പറയുന്നത്, നമ്മൾ ക്ലോണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിച്ച് ആ വസ്തുവിനെ അതേപോലെ ജന്മം നൽകാൻ കഴിയുമെന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ DNA, ഇതൊക്കെ വരുമ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നു? മനുഷ്യൻ എല്ലല്ല, അതിൻ്റെ അപ്പുറം ഉണ്ടെങ്കിൽ ഒരു മുടിയുടെ ഒരു കുത്തു ബാക്കിയാകുകയാണെങ്കിൽ അത് ബാക്കിയാവും അല്ലേ? ഏതൊരു വ്യക്തിയുടെയാണെങ്കിലും കോശത്തിൻ്റെയോ ജനിതകപരമായ പകർപ്പ് ഉണ്ടാക്കുന്ന പ്രക്രിയയാണല്ലോ എന്ത് ക്ലോണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ വ്യക്തമായി നമുക്ക് എവിടെ ചർച്ച ചെയ്താലും കിട്ടുന്ന ഒന്നാണ് ക്ലോണിങ്ങും അതുപോലെ DNA. അപ്പോൾ അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിനെ സ്വാധീകരിച്ചുകൊണ്ട് യഥാർത്ഥപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയെല്ലാം ശാസ്ത്രം വന്നപ്പോൾ നമ്മുടെ ഈമാൻ പൂർണ്ണമാകുകയാണ്. വീണ്ടും വീണ്ടും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് സ്ഥിരപ്പെടുകയാണ് നമ്മുടെ ഈമാൻ യാസ്തിയാണ്. അല്ലാഹു മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ഈ കാണുന്ന എല്ല് മുഹമ്മദെ ആരാണ് ഹയാത്താക്കുന്നവർ? ആരാണ് ഹയാത്താക്കുന്നവൻ? ഫഅമറല്ലാഹു തആല ലിനബിയിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ നബിയോട്, പ്രവാചകനോട് അതിന് ഉത്തരം നൽകാൻ പറഞ്ഞു. യുജീബഹു, ആ വ്യക്തിക്ക് ഉത്തരം നൽകണം. ഖുൽ യുഹയ്യിഹാ അല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഖുൽ നബിയെ തങ്ങൾ പറയൂ, യുഹ്യിഹാ അല്ലദീ അൻശഅഹാ അവ്വല മറ, അതിനെ ആദ്യം സൃഷ്ടിച്ച ഒരുത്തൻ അവനാരോ അവനതിനെ ഹയാത്താക്കും. ഖുൽ പറയുക, യുഹ്യിഹാ, അതിനെ ഹയാത്താക്കും, അല്ലദീ ഒരുത്തൻ അൻശഅഹാ അവ്വല മറ, അതിൻ്റെ ആദ്യം സൃഷ്ടിച്ചിരിക്കുന്നു. നിന്നെ സൃഷ്ടിച്ച റബ്ബ് ആരാണോ അവനതിന് ഹയാത്താക്കാൻ കഴിവുള്ളവനാണ്. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ സൃഷ്ടികളെ സംബന്ധിച്ചും അവൻ അറിയുന്നവനാണ് എന്ന് വ്യക്തമായി നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക. മനസ്സിലാക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഹയാത്താക്കുമെന്നതിലേക്ക് വ്യക്തമായ തെളിവുകൾ ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈമാൻ ഉറക്കുകയാണ്.
അപ്പോൾ നമ്മളുടെ ഈ കബറാളികളിൽ ചെന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയും അതൊക്കെ ഭയഭക്തിയും അതുപോലെ തന്നെ നമ്മളിലേക്ക് ഈമാൻ വർദ്ധിപ്പിക്കുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ അയഹ്സബുൽ ഇൻസാന അല്ലൻ നജ്മഅ ഇളാമാ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ. അയഹ്സബുൽ ഇൻസാന, മനുഷ്യൻ വിചാരിക്കുന്നു, അല്ലൻ നജ്മഅ ഇളാമാ, അവന്റെ എല്ലുകളെ ഞാൻ ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്. മരിച്ച് മണ്ണോട് ചേർന്നു തീയിൽ കത്തിക്കരിഞ്ഞ ഭസ്മമായി വായുമണ്ഡലത്തിലൂടെ നാം വിശേഷമായി വെള്ളത്തിലാ മുങ്ങി മരിച്ചത്. അതല്ലാത്ത ഏത് നിലക്കായാലും അയഹ്സബുൽ ഇൻസാനോ, മനുഷ്യൻ വിചാരിക്കുന്നു, അല്ലൻ നജ്മഅ ഇളാമ, അവന്റെ എല്ലുകളെ ഞാൻ ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അല്ലാഹു തന്നെ മറുപടി പറയുന്നത് കൊണ്ട് അതിന് ബല, അതെ, അലാ അൻ നുസവ്വിയ ബനാന, ഈ കാണുന്ന വിരൽത്തുമ്പുകൾ വരെ അതിൻ്റെ യഥാരൂപത്തിൽ തസ്വിയത്ത് പൂർണ്ണ നൽകാൻ കഴിവുള്ളവനാണവൻ. ഈ കാണുന്ന വിരൽത്തുമ്പുകൾ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, ഈ കാണുന്ന വിരൽത്തുമ്പുകൾ പോലും അത് പൂർണ്ണമായും രൂപപ്പെടുത്തുന്നവനാണ് അല്ലാഹു തആല. അതല്ല ഒരുമിച്ച് കൂട്ടുന്നു. ഇപ്പം നമ്മൾ നോക്കി, നിങ്ങൾ റേഷൻ പീടികയിൽ പോയാൽ വിരല് വെക്കണം. അല്ലാഹ് ഇന്നും തന്നെ പറഞ്ഞതല്ല, ഇന്നും തന്നെ പറഞ്ഞതല്ല, ഇപ്പൊക്കെ വേണ്ടിയിട്ടുണ്ടായതല്ല, ഇപ്പം ഉണ്ടായതല്ലേ. മാസ്റ്ററിങ് നമ്മൾ വിരല് വെച്ച് കൊടുക്കണം. 60 വയസ്സായി പെൻഷൻ കിട്ടുന്നത്. ആധാർ കണ്ണും അതുപോലെ തന്നെ നമ്മുടെ വിരലുകൾ. അത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അത് വരെ അതേ രീതിയിൽ ഒരാൾക്കുള്ളതുപോലെ മറ്റൊരാൾക്കില്ല എന്നുള്ളതാണ്. ഇത്രമാത്രം സാഹിത്യമാണ് ഖുർആൻ ഉപയോഗിച്ചത്. മനുഷ്യന്റെ ഈമാൻ ഉറക്കാൻ വേണ്ടി, എക്കാലത്തേക്കും സ്ഥിരമാകാൻ വേണ്ടി, അള്ളാഹുവിലേക്ക് എടുക്കാൻ വേണ്ടി. ഇനി ഇതിലും മീതം മറ്റു തെളിവ് എന്താണ് വേണ്ടത്? ഇന്നോ ഇന്നലെയോ പറഞ്ഞതല്ല, ഈ കാലത്തേക്ക് പറഞ്ഞതല്ല. 1000 കൊല്ലം ജീവിച്ച ആളുകളും 500 കൊല്ലം ജീവിച്ച ആളുകളും 300 കൊല്ലം ജീവിച്ച ആളുകളും 200, അതുപോലെ അങ്ങനെ കുറഞ്ഞ് ഇപ്പോൾ 100 വയസ്സിൻ്റെ ഇടയിൽ 65, 80, 90, 100 വരെ ഇതിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ആളുകൾ ഏറിപ്പോയ മാക്സിമം പോകുമ്പോൾ 100, വളരെ വിരളം ആളുകൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ ആ കുദ്റത്തുകളെ കൊണ്ട് ചില ഖബറുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ചിലത് അതേപോലെ കിടക്കുന്നുണ്ടാവും, ചിലതെന്താവും വെറും എല്ലുകളായിട്ട്. ഞാൻ അത് കണ്ടുകൊണ്ട് അതിശയപ്പെട്ടു. അപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഇവിടെയാണോ ഒരു കാലത്ത് ഒരു സന്ദർഭത്തിൽ തൻ്റെ ഉറ്റവരും ഉടയവരും ആ ഖബറിലേക്ക് മയ്യത്തിനെ, ഉമ്മയെ ഉപ്പയെ അല്ലെങ്കിൽ മറ്റാര് ബന്ധപ്പെട്ടവനെ ഇറക്കി വെച്ചുകൊണ്ട് അതിലേക്കൊരു തുള്ളി മണ്ണ് ചാടുന്നതിന് തടയാൻ വേണ്ടി ആ കല്ലിൻ്റെ വിടവുകളൊക്കെ ചളി കൂട്ടി അതുപോലെ തന്നെ ചില്ലകൾ വെച്ച് വളരെ ഭദ്രമായി കൊണ്ട് അടച്ച് അതിൻ്റെ മേലെ മണ്ണിട്ടു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. ഒലിക്കുന്ന കണ്ണുനീരോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ, ഇടറുന്ന തൊണ്ടയോടെ, അതുപോലെ തന്നെ പിടക്കുന്ന കൽബോടുകൂടെ, മിൻഹാ ഖലഖനാകും, അല്ലാഹ് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഇതിൽ നിന്ന് സൃഷ്ടിച്ചു. വഫീഹാ നുഈദുകും, നമ്മൾ ഇതിലേക്ക് നിങ്ങളെ മടക്കും. വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ, മറ്റൊരവസരം ഇതിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിക്കും. അല്ലാഹ് പറയാണ്, മിൻഹാ ഖലഖനാകും, നിങ്ങളെ നാം ഇതിൽ നിന്ന് സൃഷ്ടിച്ചു. ഏത്? ഈ മണ്ണിൽ നിന്ന് ഒരു പൊടി മണ്ണ് വാരിയിടും. രണ്ടാമത്തെ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും, അല്ലാഹ് പറയാ, നിങ്ങളെ ഇതിലേക്ക് ഞാൻ മടക്കപ്പെടും. വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ, മറ്റൊരവസരം ഇതിൽ നിന്ന് നിങ്ങളെ ഹയാത്താക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ജീവിതം കൊണ്ട് നമ്മൾ എല്ലാം തീർന്നു എന്ന് ആരും മനസ്സിലാക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അന്ന് എത്ര ബുദ്ധിമുട്ട് പ്രയാസം ആ ആളുകൾ ഇന്ന് എല്ലുകളായി, ആ എല്ലുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പുനർജന്മം നൽകും.
എത്രമാത്രം കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ആ ഖബറിൽ രക്ഷപ്പെടാനുള്ള ഒരൊറ്റ മാർഗം, അവിടെ കൂട്ടുകാരുണ്ടാവും. ഖബർ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചിട്ട് പുനർജന്മത്തിന്റെ ഇടയിലുള്ള ജീവിതത്തെ നമ്മൾ ഖബർ ജീവിതം എന്ന് പറയുന്നത്, ആലമുൽ ആഖിർ എന്ന് പറയുന്നത്. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കലല്ല. സുഹൃത്തുക്കളെ, ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ ശരീരം ഇവിടെയുണ്ട്, എവിടെയെങ്കിലും നമ്മൾ പോയി ഒരു സ്വപ്നം കാണി, ഭയപ്പെടുന്ന സ്വപ്നമാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുകയും അതിൻ്റെ ഭീകരത മുഴുവനും നമ്മൾ അനുഭവിക്കുകയും, വേദനയോ ദുഃഖമോ പേടിയോ ആണെങ്കിൽ അതെല്ലാം അനുഭവപ്പെടുന്നില്ലേ? സന്തോഷവും സംതൃപ്തിയും ആനന്ദവുമാണെങ്കിൽ അതെല്ലാം നമ്മൾക്ക് ഈ ഉറക്കുന്നു ഉണർന്നിലേക്ക് മതിയായിരുന്നു അങ്ങനെ തോന്നുന്നതുണ്ട്. പക്ഷേ ഞാൻ ഉറങ്ങുകയാണല്ലോ, ഞാൻ സ്വപ്നം കണ്ടതാണല്ലോ. ഇതേ രീതിയിൽ എവിടെയായാലും അള്ളാഹുവിൻ്റെ ശിക്ഷയെ നമ്മൾ ഭയപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ അമലുകൾ ഇബാദത്തുകൾ കുറഞ്ഞവരാണ്. ഞങ്ങളുടെ പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് നിൻ്റെ മഹലായ ഫضل കൊണ്ട് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ പുറത്തുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത കടമുള്ളവരും അല്ലാത്തവരും പട്ടിണി പാവങ്ങളും പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാകുന്നവരൊക്കെ ഉസ്താദെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ, ദുനിയാവിൽ നിൻ്റെ കടുത്ത പരീക്ഷണങ്ങളെ കൊണ്ട് വിധേയമാക്കാതെ അവരുടെയും ഞങ്ങളുടെയും ദൈനംദിന ജീവിതം നീ റാഹത്തിലും സന്തോഷത്തിലും ആക്കിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി രോഗിണികളുമുണ്ട്. അവരുടെയും ഞങ്ങളുടെയും രോഗങ്ങളെ നീ ശിഫയാക്കി തരണേ റഹ്മാനെ. മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ നിരവധി ആളുകളുണ്ട്. അവർക്കും ഞങ്ങൾക്കും നീ പുറത്തു തരണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാഥാ برحمتك يا أرحم الراحمين. صلى الله تعالى وسلم وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.